ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ പോൾ ചെയ്തിരുന്ന ക്വസ്റ്റ്യനാണ് റോങ്കെ ഈസ് ടിപ്പിക്കലി സീൻ ഇൻ ഓപ്ഷൻസ് ഹാർട്ട് ഫെയിലിയർ, COPD, ആസ്മ, പ്ലൂറിസി. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് COPD ആണ്. പ്രധാനമായിട്ടും അബ്നോർമൽ ബ്രെത്ത് സൗണ്ട്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. റോങ്കയുണ്ട്, വീസിംഗ് ഉണ്ട്, അതേപോലെ ക്രാക്കിൾസ് ഉണ്ട്, അതേപോലെ സ്ട്രൈഡർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്, ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയണം. ഇത് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ക്ലിനിക്കൽ സൈഡിൽ ഒരു പേഷ്യൻറ്റിനെ കൃത്യമായിട്ടും അതിൻ്റെ ഡയഗ്നോസിസിലേക്ക് പോകാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ ആദ്യത്തെ തന്നെ നമുക്ക് റോങ്കയെ തന്നെ നോക്കാം. റോങ്കയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഒരു ക്വാളിറ്റി, ആ സൗണ്ട് ഏത് രീതിയിലാണ് കേൾക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്നോറിങ് അറിയാമല്ലോ, കൂർക്കം വലിക്കുന്ന സംഭവം അറിയാം. അതേ രീതിയിലുള്ള സൗണ്ടാണ് കേൾക്കുന്നത് ഡ്യൂറിങ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട അത്തരത്തിലൊരു സൗണ്ട് നമുക്ക് ചെത്ത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എന്താണ് അതുകൂടി മനസ്സിലാക്കണം. ഒബ്സ്ട്രക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നുള്ള സൂചനയാണ് നൽകുന്നത്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ മനസ്സിലാക്കുക. ഇപ്പോൾ രണ്ടാമത്തെ കേസ്, ഇപ്പോൾ വീസ് എന്ന് പറയുന്ന കാര്യം. വീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൈ പിച്ച്ഡാണ്. ഹൈ പിച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെവിയിലേക്ക് തുളച്ച് കയറുന്ന മാതിരിയുള്ളതാണ്. കിളികൾ കരയുന്ന സൗണ്ട് നമുക്ക് കൂടുതൽ കേട്ടുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല. കുറേ കേൾക്കുമ്പോഴത്തേക്ക് ചെവിയിലേക്ക് എന്തോ തുളച്ച് കയറുന്ന മാതിരിയുള്ള ഒരു ഫീല് കിട്ടും. അത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരോയിങ് ആണ്. നാരോയിങ് ഓഫ് എയർവേസ് ആണ്. അപ്പോൾ അവിടെ ഒബ്സ്ട്രക്ഷൻ അല്ല, നാരോയിങ് ആണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം വീസിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിസിലിംഗ് സൗണ്ടാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ അടുത്തിരുന്ന് നല്ല രീതിയിൽ വിസിലടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാതെ കേൾക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടുകയും പെട്ടെന്ന് ഓടി മാറുകയും ചെയ്യും. ഇറിറ്റേറ്റഡ് ആകും എന്നർത്ഥം, പിടിയിട്ടില്ല. അത്തരത്തിലൊരു സൗണ്ടാണ് ഈ വീസിങ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ക്രാക്കിൾസ് ആണ്. ക്രാക്കിൾസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പുഴയോരത്തൊക്കെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നല്ല കാറ്റ് വീശുന്ന സമയത്ത് ഈ കാറ്റ് കൃത്യമായിട്ടും അല്ലെങ്കിൽ എയർ എന്ന് പറയുന്നത് കൃത്യമായിട്ടും വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒന്ന് കടന്നു പോകുമ്പോൾ ഒരു കുളുകുളാ സൗണ്ട് കേൾക്കാം അല്ലേ? ആ ഓളങ്ങളുടെ ഒരു സൗണ്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഇതേ സംഭവം തന്നെയാണ് ഇവിടെ നമുക്ക് കണക്ട് ചെയ്ത് പറയാനുള്ളത്. ലങ്സിൽ പ്രധാനമായിട്ടും അല്ലെങ്കിൽ എയർവേസിൽ ഫ്ലൂയിഡ് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിലൂടെ എയർ പാസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ക്രാക്കിൾസ് കേൾക്കുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും അവിടെ ഫ്ലൂയിഡ് പ്രസന്റ് ആണ് എന്നുള്ള ഒരു സൂചനയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഹാർട്ട് ഫെയിലിയർ പോലുള്ള കാര്യങ്ങളിൽ ഫ്ലൂയിഡിന്റെ റിട്ടൻഷൻ ഉണ്ടാകുന്ന സമയത്തും ഇത്തരത്തിലുള്ള സൗണ്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. റോങ്ക എന്താണ്, വീസ് എന്താണ്, അതേപോലെ ക്രാക്കിൾ എന്താണ്. ഇത് ഇത്രയും പരീക്ഷയ്ക്ക് എന്നുള്ളതല്ല, നമുക്കത് ഒരു പേഷ്യൻറ്റിലെ കൃത്യമായിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ദെൻ അടുത്ത ഒരു കേസാണ് സ്ട്രൈഡർ എന്ന് പറയുന്നത്. സ്ട്രൈഡറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സാധാരണയായിട്ട് അപ്പർ എയർവേ ഒബ്സ്ട്രക്ഷനിലാണ് ഇത് കണ്ടുവരുന്നത്. അപ്പോൾ അപ്പർ എയർവേ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്ട്രൈഡർ വരും. പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്രോയിങ് സൗണ്ട് എന്നാണ് പറയുന്നത്. ക്രോയിങ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂകുന്ന മാതിരിയുള്ള സൗണ്ടാണ്. ഉയർന്ന ലെവലിലുള്ള നല്ല ശബ്ദത്തിലുള്ള കൂകുന്ന മാതിരിയുള്ള സൗണ്ടാണ് കേൾക്കുന്നതെങ്കിൽ അത് സ്ട്രൈഡർ ആണ് എന്ന് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അത് ഫോറിൻ ബോഡി ഒബ്സ്ട്രക്ഷൻ, അതേപോലെ അല്ലെങ്കിൽ അപ്പർ എയർവേ ഒബ്സ്ട്രക്ഷൻ പോലുള്ള സാഹചര്യങ്ങളിലാണ് കേൾക്കുന്നത് എന്ന് ഓർക്കുക. അതേപോലെ എപ്പിഗ്ലോട്ടൈറ്റിസ്, അത് എയർവേ ഒബ്സ്ട്രക്ഷന് കാരണമാണെങ്കിലും അത് ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള സ്ട്രൈഡർ എന്ന് പറയുന്ന സൗണ്ടാണ്. എപ്പിഗ്ലോട്ടൈറ്റിസിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണ്. എപ്പിഗ്ലോട്ടൈറ്റിസ് സസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന പേഷ്യൻറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും ഓറൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഇറിറ്റേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈവൻ ഒരു മൗത്ത് കെയർ മതി, അതിലേതെങ്കിലും ഒരു സൊല്യൂഷൻ മതി. അത് പെട്ടെന്ന് ഇതിനൊരു സ്പാസം അല്ലെങ്കിൽ പെട്ടെന്നൊരു ഒബ്സ്ട്രക്ഷനിലേക്ക് ലീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ട്രക്കിയ എന്ന് പറയുന്ന പോർഷൻ, ട്രക്കിയയുടെ അടപ്പാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അതിന് ഇൻഫ്ലമേഷൻ വന്ന് നിൽക്കുകയാണ്. അതിനെ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടഞ്ഞു പോകുന്നതിന് കാരണമാകും. അവിടെ വരുന്ന ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് ഓർക്കണം.
ഇൻറ്റുബേഷൻ പോലുള്ള പ്രൊസീജിയർ അവിടെ പോസിബിൾ അല്ലാതെ വരും അല്ലേ. ഇൻറ്റുബേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ലാരിഞ്ചോസ്കോപ്പ് വെച്ച് ഇൻറ്റുബേറ്റ് ചെയ്യുന്ന സമയത്ത് അത് അടഞ്ഞിരിക്കുവാണെങ്കിൽ അവിടെ ഇഞ്ചുറി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും അല്ലേ. അത് നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ പേഷ്യൻറ്റിനെ സേവ് ചെയ്യാൻ വേണ്ടി പിന്നെന്താ മാർഗം? ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യൻറ്റിനെ ട്രക്യോസ്റ്റമി ചെയ്യേണ്ടി വരും. ട്രക്യോസ്റ്റമി ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ടാവണം. പിടിയില്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു പേഷ്യൻ്റ് എപ്പിഗ്ലോട്ടിസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്താൽ ആ യൂണിറ്റിൽ ഡെഫിനറ്റ് ആയിട്ടും ട്രക്യോസ്റ്റമി ട്രേ ആഫ്റ്റർ ഓട്ടോക്ലേവ് റെഡി ആയിരിക്കണം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാത്ത ഇൻഫോർമേഷൻ ആണെങ്കിൽ അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് നാളെ സർവീസിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് പല ഘട്ടങ്ങളിലും നമുക്ക് പ്രയോജനപ്പെടും. ഇപ്പോൾ പരീക്ഷയ്ക്ക് പാസ്സാവുക മാത്രമല്ല, ഇത് അത്തരത്തിൽ കൂടി പ്രയോജനപ്പെടുത്താൻ തയ്യാറാവണം. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.